കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗം നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. കുതിര പൊടി തട്ടി നല്ല എന്താ ശ്രീ വേറെ മൂഡിലാണോ? ഞാനല്ല കുതിര. എന്താ പരിപാടി എന്നറിയോ? കുതിരയൊക്കെ കൊണ്ടുവന്ന എന്തിനാന്നറിയോ? നമ്മള് ഭയങ്കര ചിരിയാണല്ലോ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ നേരത്തെ സ്കിറ്റ്? ചിരിക്കണല്ലേ ചേച്ചി? നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ സ്കിറ്റ് ഒക്കെ ഭയങ്കര വൈറലായതുകൊണ്ട് പെരുമ്പള രാജ്യത്തുനിന്ന് രാജകുടുംബം ഇവിടെ സ്കിറ്റ് ചെയ്യാൻ വരുന്നു. ഇതിനേക്കാളും വലിയ പ്രൗഡ് മൊമെന്റ് എന്തുണ്ട്? അപ്പൊ അവര് വരികയല്ലേ, അപ്പൊ സ്വീകരിക്കാൻ വേണ്ടി ഈ കുതിരേനെ ഞാൻ അണിയിച്ചൊരുക്കി നിർത്തിയതാണ്. പക്ഷെ കുതിര കുഴപ്പമില്ല. അപ്പൊ വരുന്ന ആരൊക്കെയാന്നറിയോ? പെരുമ്പള രാജ്യത്തെ അവിടുത്തെ കുടുംബാംഗമായിട്ടുള്ള സ്മൃതി, സുരേഷ്, വിനോദ്. ഇതിലെങ്കിലും ഏതെങ്കിലും ഒരു രാജാവിനെ എനിക്ക് പ്രേമിച്ച് കിട്ടുകയും വേണം ക്ലൈമാക്സിൽ. ഈ രാജകുടുംബം വരണ സമയത്തെ നമുക്ക് ബാറ്ററി ഒക്കെ ഓൺ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കണം. എനിക്ക് ഒന്ന് ഓൺ ചെയ്ത് തരോ? ബാറ്ററി ഓൺ. ബാറ്ററി ഓൺ ആയി. ബാറ്ററി ഓൺ ആയി. ഞാൻ ഭയങ്കര ചാർജ് ആണ്. അപ്പൊ ഞാൻ ചാർജ് ആയിക്കോളും, നിങ്ങൾ ഓൺ അല്ലേ? ഓക്കെ. അപ്പൊ ഒരു പെരുമ്പറ ഇട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് ആ രാജകുടുംബാംഗങ്ങളെ വിളിക്കായിരുന്നു. പെരുമ്പറ മുഴങ്ങട്ടെ. ജാരൻ റാണി, അതൊക്കെ പണ്ട്. ഇപ്പൊ നമ്മളെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. എന്നാ രാജൻ. ഇനി പറ. തെക്കേ ദേശം വാഴുന്ന രാജാവിന്റെ ഒറ്റ മോളാണ് ഞാൻ. എനിക്കറിയാം. അതും കോടീശ്വരി. അറിയാം. അറിവുള്ളവൾ. അറിയാം. ലോകസുന്ദരി. അത് വിട്. വേറെ വല്ല അത് പറ. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ കൂടെ ഈ കാട്ടിലൊരു യാത്ര. ഇറ്റ് വാസ് മൈ ഡ്രീം. റാണി, അവസാനം പറഞ്ഞില്ലേ, അത് കുതിരയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതൊന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തേ. അയ്യോ എന്റെ രാജൻ, ഈ യാത്ര എന്റെ സ്വപ്നമായിരുന്നെന്ന്. ഭഗവാനെ, കുതിര ഉണ്ടായോണ്ട് രക്ഷപ്പെട്ടു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ തന്നെ ഈ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണോ? എന്താണ് റാണിക്കൊരു നിർബന്ധം? അത് കാടിന്റെ മൂലക്കൊരു ഡിസൈൻ ഉണ്ട്. ഡിസൈനുള്ള മൂലക്കുരുവോ? എന്നാ പിന്നെ ആദ്യം അത് തന്നെ കാണാം. കുതിര അങ്ങോട്ട് പോട്ടെ. അയ്യോ അതല്ല, കാടിന്റെ മൂലക്ക് കാണാൻ ഭംഗിയുള്ള ഒരു കാഴ്ച ഉണ്ടെന്ന്. അവിടെ പോകുമ്പോ കണ്ണടച്ച് വൃത്തെടുക്കണം. എടാ, അത് നമ്മൾ കണ്ണടച്ച് മരിച്ചിടക്കുമ്പോ വെക്കുന്ന സാധനമില്ലേ? അത് റീത്ത്. ഞാൻ പറഞ്ഞത് ബ്രീത്ത്. പിന്നെ രാജൻ, അങ്ങോട്ട് പോകുമ്പോ സൂക്ഷിക്കണം. കൊറേ കൊരങ്ങുകളുണ്ട്. രാജന്റെ ഈ കിരീടം ഇല്ലേ, അത് അടിച്ച് താഴെ വെക്കരുത്. അതെന്താ, കൊരങ്ങൻ എടുത്തോണ്ട് പോകും എന്ന് റാണിക്ക് പേടിയുണ്ടോ? അല്ല, കിരീടം അഴിച്ചു വെച്ചാലേ രാജൻ ഏതാ കൊരങ്ങൻ ഏതാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാ. ഇത്രയും മനോഹരമായ ഈ കാട് ആരാണ് സംരക്ഷിക്കുന്നത്? നമ്മുടെ അച്ഛൻ ഒരാളാ. നമ്മളെ കല്യാണം നടക്കത്തില്ല. നമ്മൾ അച്ഛൻ ഒരാളല്ലേ? അപ്പൊ നമ്മൾ ആങ്ങളെയും പെങ്ങളും അല്ലേ? അല്ലെങ്കിൽ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു? അയ്യോ അതല്ല, എന്റെ അച്ഛൻ ഒരാളാ ഇത് നോക്കുന്നേന്ന്. റാണി, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി രാജാപ്പാട്ട് പറഞ്ഞ് എന്റെ കുടുംബത്തെ അപമാനിക്കരുത് കേട്ടോ. പിന്നെ രാജൻ, ഇന്നലെ അച്ഛന്റെ കൂടെ കാട്ടിൽ പോയായിരുന്നോ? അതെ, പോയായിരുന്നു. ഞാൻ അറിഞ്ഞു. പിന്നെ അച്ഛൻ എന്തിനാ കാട്ടിൽ കൊണ്ടുപോയെന്നറിയോ? അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. അയ്യോ, അതായിരുന്നു. ഞാൻ അപ്പോഴും മുതൽ ഇരുന്ന് ആലോചിക്കുക കേട്ടോ, ഈ പുള്ളി എന്തിനാ രണ്ടിന് പോയെടുത്ത് എന്നെ കൊണ്ടുപോയെന്ന്. പിന്നെ രാജൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ഐ ആം സോ ഹാപ്പി. എല്ലാം അറിയാവുന്ന കണക്ക് തലയും താത്തി വെച്ച് മുമ്പോട്ട് പോവുക. മനസ്സിലായില്ലെങ്കിൽ വാ തുറന്ന് പറ മനസ്സിലായില്ലെന്ന്. റാണി, ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് ഈ മണ്ടനായ കുതിരയ്ക്ക് മനസ്സിലായില്ല കേട്ടോ. അന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തേ. രാജൻ, രാജൻ, എനിക്ക് രാജനെ ഇഷ്ടമാണെന്ന്. അതായിരുന്നു ഞാൻ സന്തോഷവതിയാന്ന്. താങ്ക് യു, താങ്ക് യു.
റാണി ജേഡി ഗോവന്റെ ഏതോ ഒരു പ്ലോട്ട് കാട് കയറിയിട്ടുണ്ട്. അയ്യോ പ്ലോട്ടൊന്നുമല്ല, ഞാൻ കാട്ടുമൂപ്പൻ. അത് ഈ വാലും കൊമ്പുള്ള ഒരു സാധനമല്ലേ? അത് കാട്ടുമാക്കാൻ, ഞാൻ കാട്ടുമൂപ്പൻ. കാട്ടുമൂപ്പൻ എന്താണ് കാട്ടിക്കാര്യം? പിന്നെ ഞാൻ ഈ ഡ്രസ് വിട്ടുകൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കാൻ പറ്റുമോ? എനിക്ക് കാട്ടിലാവുക പരിപാടി. അത് പിന്നെ ശരിയല്ലേ? റാണി പിന്നെ എന്താ ചോദ്യം ഈ ചോദിക്കുന്നത്? അവര് കാട്ടിലല്ലേ ജീവിക്കേണ്ടത്? രാജൻ, എനിക്കൊരു പരാതി ഉണർത്താനുണ്ട്. അതെന്തോടെ ഇത്രയും നാൾ ഇയാളെ പരാതി ഉറങ്ങിക്കിടക്കുവായിരുന്നു? ഒറ്റ കുത്തിയാകുമ്പോഴാണോ? എനിക്കൊരു പരാതി പറയാനുണ്ടെന്ന്. എന്നാ പറയൂ. ഞങ്ങൾ ഈ കാട്ടിലൊക്കെ ഉണ്ടല്ലോ ഏലം കുരുമുളക് ഇഞ്ചിയും ഒക്കെ കൃഷി ചെയ്താ ഞങ്ങൾ ജീവിക്കുന്നത്. അതെന്തിനാണ് കാട്ടിക്കൊണ്ടൊന്ന് കൃഷി ചെയ്തത്? പിന്നെ ഞാൻ കാടിനടുത്ത് ലുലുമായിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വില വേണം. തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്. ഒരെണ്ണത്തിന് 40 രൂപ. ഇവനെ കുന്തം വെച്ച ഒറ്റ അടിയാൻ പറ്റും. അതല്ലെന്ന്, ഞങ്ങൾക്ക് വില കിട്ടണമെന്ന്. പറയൂ, എന്തൊക്കെയാണ് വേണ്ടത്? എനിക്ക് ഒരു നിബന്ധന ഉണ്ടെന്ന് വെച്ചാൽ, കാടിന്റെ നടുക്കൂടെ നമുക്ക് ബസ് റൂട്ട് ഉണ്ടാക്കണം. നടക്കത്തില്ല. ടിഷ്യൂ വേണോ, ഡിസ്കു വേണോ, ഡിസ്കണ വേണോ? ഞാൻ പറയാം, ഡിഷ്കണ. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാവോ? എന്തുവാ? അതായത് ഇവിടെ ബസ് വന്നാൽ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യമില്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചതെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാമത്തെ നിബന്ധന ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ആദ്യം അടിച്ചാലൊക്കെ പല്ലെടുത്തും കളയട്ടെ, അല്ലെങ്കിൽ അടുത്ത അടി കിട്ടുമ്പോഴേ 2 പുള്ളികളെ കണ്ട് വിഷയം ഉണ്ടാക്കും. ഓക്കെ, രണ്ടാമത്തെ നിബന്ധന എന്നറിയോ? എല്ലാ വീടുകൾക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ശുചിമുറികൾ വേണം. റാണി, എത്രയും വേഗം ഈ കാര്യം നിന്റെ അച്ഛനെ വിളിച്ചറിയിക്കൂ. എന്തിനാണ് രാജൻ? കാട്ടിലുള്ളവർ തന്നെ ശുചിമുറി തേടി പോകുന്നു, അപ്പോൾ നാട്ടിലുള്ള നിന്റെ അച്ഛൻ കാട് കയറുന്നു. ഇതൊക്കെ അംഗീകരിച്ചു തരണം. ഇല്ലാത്ത പക്ഷം. ആര് പറഞ്ഞ കക്ഷമില്ലെന്ന്? 2 കക്ഷം ഉണ്ടല്ലോ. അതല്ല പറഞ്ഞത്. ഇല്ലാത്ത പക്ഷം ഞാൻ ഈ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകും. എന്റെ രാജൻ ആരാൻ തനിക്കറിയില്ല. കളരിപ്പയറ്റ്, വാൾപ്പയറ്റ് ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ചവനാണ് എന്റെ രാജൻ. പറഞ്ഞുകൊടു റാണി, പറഞ്ഞുകൊടു. അപ്പൊ ടിഷ്യൂ വേണോ, ടിഷ്കു വേണോ, ടിഷ്കണ വേണോ? ഇപ്രാവശ്യം ടിഷ്കു മതി. റാണി, ഇതൊക്കെ നിന്നെ വളയ്ക്കാൻ വേണ്ടി ഞാൻ വെറുതെ നുണ പറഞ്ഞു വെച്ചതല്ലേ? രാജൻ, അപ്പൊ കലക്കി കുടിച്ചത്? അത് പഴകഞ്ഞി വെള്ളത്തിനകത്ത് ഉപ്പും മുളകും കൂടിട്ട് കലക്കി കുടിച്ചു. അപ്പൊ എനിക്ക് വേണ്ടി വേറെന്തൊക്കെ കാര്യങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, അങ്ങയെ ഒന്ന് സന്തോഷിപ്പിച്ച് വിടാൻ വേണ്ടിട്ട് 7 വർഷം എന്റെ റാണി പാട്ട് പഠിച്ചവളാണ്. ഒരു പാട്ട് പാടിത്തരും, കേട്ടു നോക്കൂ. പാടതേ, കേക്കട്ടെ. ആണ്ട് കുറുക്കന്മാരെല്ലാം കൂടെ വിളിച്ചു വരുന്നതാണല്ലോ പാട്ട് പാടുന്നത്. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ അത് ചവിട്ട് ഞാൻ വെളിയിലിടും. എന്താ ഞാൻ വിളിക്കും? ഞാൻ വല്ലൊക്കെ വിളിക്കും. ഇതിന് ടിഷ്യൂ വേണോ, ടിഷ്കു വേണോ, ടിഷ്കണ വേണോ? അത് ഞാൻ പറയാം. ടിഷ്യൂ മതി. എടാ, ഇതുപോലൊരു സാധനത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നതിനാ ഇത് തന്നത്. ഇനി ഞാൻ പറയാം, ഇതൊക്കെ രാജപത്രത്തിൽ എഴുതി മുദ്ര വെച്ചുകൊണ്ട് രാജാവിനെ കൊണ്ട് ഒപ്പിടിച്ചോണ്ട് വരണം. അതിന് നീ പോ, അതുവരെ ഇവളിവിടെ നിക്കട്ടെ. ഓ ശരി, അപ്പൊ ഞാൻ പോയി ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവരാം. അതുവരെ റാണി ഇവിടെ നിക്കട്ടെ. എന്നാ രാജൻ പോയി വരുന്നവരെ കാട്ടുമാക്കാന്, കാട്ടുമാക്കാനോ, കാട്ടുമൂക്കന്, കാട്ടുമൂക്കനോ? ആരുവാ? ഞാൻ കാട്ടുമൂപ്പൻ. ആ മൂപ്പന് ഞാൻ ഇഷ്ടം പോലെ പാട്ട് പാടിത്തരാം. ഇനി വന്നേ, നീ ഇവിടെ നിന്നാ മതി. ഇവിടെ പറഞ്ഞു ഇവിടെ, ഇവിടെ പറഞ്ഞു ഇവിടെ പാട്ട് പാടുവന്നു ഇവിടെ. എന്നാ പൊയ്ക്കോളൂ, അതുവരെ ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ പോണോ? പൊയ്ക്കോ. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക്. അയ്യോ, ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് വിടാൻ പോവാണോ? അതെ. എന്നാ ഞാനൊരു സത്യം പറയാം. ഞാൻ കാട്ടുമൂപ്പനൊന്നുമല്ല, പിന്നെ ഞാൻ ചാരന. ചാരോ? ചാരമല്ല, ചാരന. ഞാൻ വേഷം മാറി വന്നതാ. കോസ്റ്റ്യൂം റാണ, മേക്കപ്പ് വിനോദ്. ഞാൻ വേഷം മാറി വന്ന എന്തിനാണെന്നറിയാവോ? എന്തിനാണ്? ഇവിടെ അച്ഛൻ രാജാവ് പറഞ്ഞതാ, നീ നിസ്സാര ഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഉപേക്ഷിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ ചാരനായിട്ട് വിട്ടതാ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നിസ്സാര കാര്യമുണ്ടെങ്കിലും നീ ഇവളെ ഉപേക്ഷിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് മോക്ക് ഇവനെ വേണ്ട, ഇവനെ പറഞ്ഞു വിട്ടേരെ. എനിക്ക് ഈ രാജനെ തന്നെ മതി. അയ്യോ, ഇത്രയും പന്നത്തരങ്ങൾ കാണിച്ചിട്ട് ഇവനെ എന്തിനാ നീ പിന്നെ ഇന്ന് കൊണ്ട് നടക്കുന്നത്? അതെന്തിനാന്നറിയാവോ? എന്തിനാ? ഞാൻ ഇങ്ങോട്ട് കുതിരപ്പുറത്ത് വന്നപ്പോഴേ എനിക്കത് മനസ്സിലായത്. എന്തോ മനസ്സിലായെന്നാ? ഞാൻ പറയുന്ന മണ്ടത്തരങ്ങള്, ഞാൻ പാടുന്ന പാട്ട്, എന്റെ പൊട്ട ഇംഗ്ലീഷ്, ഇതെല്ലാം അതുപോലെ വിശ്വസിക്കുന്ന ഇതുപോലെ ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ഇനി ഇതുപോലെ കിട്ടത്തില്ല. അപ്പൊ ഇവനെ തന്നെ മതിയെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ അതെ അതെ. അപ്പൊ ഞാൻ തന്നെയാണല്ലേ രാജാവ്? അതെ അതെ. അപ്പൊ പറ, നിനക്ക് എന്ത് വേണം? ഡിഷ് വേണോ, ഡിഷണ വേണോ, ഡിഷാണണ വേണോ? ഞാൻ പറയാം, ഡിഷാണണ. എന്നാ ഇന്നാ പിടിച്ചോ, ഡിഷാണണ.
വണ്ടർഫുൾ പെർഫോമൻസ്. എനിക്ക് ഇന്ന് ചേട്ടന്റെ ഈ ലുക്ക് എന്താന്നറിയില്ല, ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. തിരിച്ചറിയാനേ പറ്റൂല. സാധാരണ വെറുതെ വെച്ച ഫുള്ള് മുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു ബോഡി ഇങ്ങനെയൊക്കെ വെക്കുവേ, ഇങ്ങനെയൊക്കെ നിൽക്കും. പക്ഷെ ഇന്ന് കിഡിലായിരുന്നു. എന്നെ ഷേപ്പാ. സത്യം കറക്റ്റ് ആണ്. നല്ല ഷേപ്പുള്ള ഒരു മൂപ്പൻ, ഭയങ്കര രസമുണ്ട്. നല്ല ഗുഡ് ലുക്ക്. എന്തിനാണ് ഇത് വൈറ്റലാക്കിയത്? ഭയങ്കര ഹാൻഡ്സം. മൂപ്പനൊന്നും ബുഡ്ഢിയാവണ്ട. ഇനി 50 അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വിനോദേട്ടാ. ഗ്ലാമർ പൊളിച്ചു, ഇവിടെ തൂക്കി. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇവര് കുതിരപ്പുറത്ത് ഇരുന്ന ആ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ഫീലിംഗ് ആയിരുന്നു. നന്നായിരുന്നു. നല്ല നല്ല ഇവരുടെ പരീക്ഷണങ്ങളൊക്കെ കൊള്ളാം. ഇടയ്ക്ക് മറ്റേ പാരഷൂട്ടിലായിരുന്നു, അതെ. അപ്പൊ എയറിലായിരുന്നു, ഇപ്പൊ കുതിരപ്പുറത്ത്. അത് നല്ല രസമുണ്ടായിരുന്നു, ഗംഭീരായിരുന്നു. നോബിച്ചേടാ സുരേഷേ, കിരീടം എടുക്കണ്ട. രസമുണ്ട്. അല്ല, ഈ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യണം, നല്ലതാണ്. പിന്നെ പാരച്യൂട്ടിന്റെ ഗംഭീരമായിട്ട് നമ്മളത് എഡിറ്റ് ചെയ്ത് വന്നപ്പം ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എന്റെ മോൻ ചേച്ചി ഒറിജിനലാണ് അന്ന്. അത് കഴിയുമ്പോ പിന്നെ ഇതും നല്ല രസമുള്ള സാധനമായിരുന്നു. കുതിരപ്പുറത്ത് വരുന്ന സ്മൃതി നന്നായിട്ട് പാട്ട് ഗംഭീരമായിട്ട്. ഇനി ഡിസ്ക് വേണോ ഡിസ്കണ വേണോ എന്ന് ചേച്ചി. അത് ബാറ്ററി തീരുമാനിക്കും അല്ലേ? ഇനി സ്മൃതി എന്റെ അടുത്ത് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. അയ്യോ അതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ റാണി? അതെ അതെ. let's നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ദൃഢതുണ്ടന താളത്തിൽ ഞാൻ കലനിറയ പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ദൃഢതുണ്ടന താളത്തിൽ 25,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ശ്വേത ചേച്ചി. നോട്ട് ബാഡ്, നോട്ട് ബാഡ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ 25,000 rupees ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എന്റെ അമ്മ ഇങ്ങനെ നോക്കല്ലേ, ഹാൻസം ആന്നൊക്കെ പറഞ്ഞു തുറിച്ചൊരു നോട്ടം. അടുത്ത ഇനി പരീക്ഷണം എന്തിലായിരിക്കും? വെയിറ്റ് ആൻഡ് സീ. അണ്ടർ വാട്ടർ. ഇനി അണ്ടർ വാട്ടർ. അത് ശരിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അതിൽ 5000 രൂപ സ്മൃതിയുടെ കുതിരക്ക് കൊടുക്കണം. റെന്റ്. ഒരു പേപ്പറിലാണ് അവിടെ ഡയലോഗ് ഒളിപ്പിച്ച് ഒരു തേങ്ങ, ഒരു മാങ്ങ. ആക്ച്വലി ഞങ്ങളോട് പറഞ്ഞു ആ കുതിരയുടെ ബാക്ക് വശത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. അപ്പൊ വിനോദേട്ടാ അല്ല, അപ്പൊ സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടന് കാണൂല. അതല്ല, സ്മൃതിയുടെ ഡയലോഗ് സുരേഷിന്റെ കുതിരയിൽ എഴുതി, സ്മൃതിയുടെ എന്നാലും ഇങ്ങനെ നോക്കി പറയാൻ പറ്റുള്ളൂ. സംഭവം കുതിര കൊടുത്തപ്പം മാറിപ്പോയി. എനിവേസ് അടുത്തത് എന്തായിരിക്കും പരീക്ഷണം ഇവര് നടത്താൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പറഞ്ഞ അണ്ടർ വാട്ടർ ആയിരിക്കും, ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. എയറിൽ കഴിഞ്ഞു, എർത്തിൽ കഴിഞ്ഞു, ഇനി വാട്ടറേ ഉള്ളൂ. വാട്ടറേ ഉള്ളൂ. ഫയർ ഉണ്ട്, ഇനി അതുണ്ട്, പറയാൻ പറ്റത്തില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ വെയിറ്റ് ആൻഡ് സീ, ഞങ്ങൾ കാത്തിരിക്കും. ഞാൻ ചുമ്മാ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പിസോഡിൽ പറയുന്നതെല്ലാം ഞങ്ങൾ ട്രൂത്ത് ആയിട്ട് എടുക്കും.